ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എംബ്രോയ്ഡറി ഹൂപ്പാട്ട് മേക്കിംഗ് ആണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഹൂപ്പാട്ട് ചെയ്യുന്നത്. അപ്പം കുറേ കാലമായിട്ട് എംബ്രോയ്ഡറി വർക്കൊന്നും ചെയ്യലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അതും ഒരു വെബ്സൈറ്റ് വഴി കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുള്ള 2-3 വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഹൂപ്പാട്ട് ചെയ്യലില്ലേ, വർക്കൊന്നും എടുക്കലില്ലേ, എംബ്രോയ്ഡറി വർക്ക് ഇതുപോലെ നെയിം സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ വിചാരിച്ച് എന്തായാലും നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെൻ്റെ സ്വന്തം ഡിസൈനാണ്. ഞാൻ ഏകദേശം ഒരു 2-3 വർഷമായി ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് വരച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ 3 വർഷം മുന്നേ ഞാൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ മാത്രം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ നല്ലൊരു റീച്ച് കിട്ടിയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഇത്. നല്ല ലൈക്കും അതുപോലെ തന്നെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഡിസൈനാണ്. അന്ന് പക്ഷേ ഇതിൻ്റെ കസ്റ്റമൈസേഷനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഒരു നെയിം കസ്റ്റമൈസേഷൻ കിട്ടുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെബ്സൈറ്റ് വഴി വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സ്വന്തം ആ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഓർഡർ എടുക്കുന്ന സമയത്ത്. അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യം ഓർഡർ കിട്ടിയ സമയത്ത് അതിൽ തന്നെ നെയിം ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു കസ്റ്റമൈസേഷൻ കിട്ടുമ്പോൾ അത് അതിൻ്റേതായ രീതിക്ക് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ത്രെഡ് ബോക്സ് ഒന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഓരോ വർക്ക് വരുന്ന സമയത്തും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. എത്ര തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വർക്ക് വരുന്ന സമയത്ത് ആ ഒരു നൂലൊക്കെ പരതി പിടിച്ചെടുക്കുമ്പം അതിൻ്റെ അവസ്ഥ ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ആയി മാറും. അപ്പോൾ ഇതിൽ പല ടൈപ്പ് ത്രെഡ് ഉണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഓരോന്നും പെറുക്കി കാണിച്ചു തരുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാണിച്ചു തരുന്നതാണ്. 3 ബ്രാൻഡിൽ വരുന്ന ത്രെഡ് ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ആങ്കർ, ഡോലി, അതുപോലെ തന്നെ രംഗോലി പറയുന്ന 3 ബ്രാൻഡും ഞാൻ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു ആങ്കർ ത്രെഡാണ്. നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് എന്ന് പറയുന്നത് ആങ്കർ ത്രെഡാണ്. നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് ആ ഒരു ആങ്കറിൽ അവൈലബിൾ ആണ്. 3 ബ്രാൻഡിലും അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ആങ്കർ ത്രെഡാണ്. നമുക്ക് ഏറ്റവും നല്ലത്, നല്ലൊരു ക്വാളിറ്റി, അത് കളറൊന്നും കഴിയാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആങ്കർ ത്രെഡാണ്. നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പെറുക്കിയിട്ട് കാണിച്ചു തന്നത്. 3 തരത്തിലുള്ള ത്രെഡാണ്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഹൂപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ നെയിമും ഒക്കെ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്തിട്ട് ഹൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ജസ്റ്റ് സ്റ്റിച്ചിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ സ്റ്റെമ്മാണ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഷെയ്ഡ് കോഡ് ഞാനിവിടെ സൂമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ആ ഒരു ത്രെഡ് 6 സ്ട്രാൻഡ്സ് ആയിട്ടാണ് വരുന്നത്, 6 ലെയർ ആയിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് 3 ലെയറായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കാം. പക്ഷെ അത്രയും തിക്നെസ്സിൽ ഞാനിവിടെ ചെയ്യുന്നില്ല. തിക്നെസ് കുറഞ്ഞ രീതിയിൽ 3 ലെയർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ത്രെഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇതുപോലെ എൻ്റെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ സ്റ്റിച്ചസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഇതിലെ ആ ഒരു ഹൂപ്പ് എംബ്രോയ്ഡറി റിങ് എന്താ ഇങ്ങനെ തലതിരിച്ചിട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഡിസൈന്, ഫ്ലോറൽ ഡിസൈന് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ തലതിരിച്ചിട്ടതാണ്. ഇനി ഇത് നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അയച്ചിട്ട് തിരിച്ചിടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ഡിസൈന് പേപ്പറിൽ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡിസൈന് എളുപ്പം നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ആ ഒരു കംപ്ലീറ്റ് സ്റ്റെമ്മും നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കംപ്ലീറ്റ് സ്റ്റെമ്മും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പിക്ക് ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഞാൻ 2-3 വർഷം മുന്നേ ചെയ്തിട്ടുള്ളതിൻ്റെയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ആ ഒരു സ്റ്റെമ്മ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലീഫാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ഷെയ്ഡ്സിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആങ്കർ ത്രെഡും അതുപോലെ തന്നെ ഡോലി ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഷെയ്ഡ് കോഡ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് 6 ലെയറായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ലീഫ്. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ചുകൂടെ ഹോള് വണ്ണുള്ള നീഡിൽ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. ലീഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 6 ലെയറായിട്ട് ത്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും ഹോള് വലുപ്പമുള്ള നീഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ത്രെഡ് അതിലോട്ട് കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്ലോറൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷെയ്ഡ് ത്രെഡും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ലീഫും അതുപോലെ തന്നെ 3 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ ഷെയ്ഡ് ത്രെഡ് എടുക്കുമ്പോഴും അവിടെ ആയിട്ട് ഓരോ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക. അതും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരേ കളർ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാതെ മിക്സ്ഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കാണുമ്പോൾ നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. മിക്സ്ഡ് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ലീഫ് ഏകദേശം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ലീഫും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ലീഫല്ല, എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ മൈൻഡിൽ തോന്നിയൊരു ഡിസൈൻ അങ്ങ് വരച്ചെടുത്തതാണ്. അതിന് ഇതുപോലൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ബുള്ളിയൻ നോട്ട് റോസൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഇതുപോലെ ടോപ്പിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ശേഷം ആ ഒരു നീഡിൽ തന്നെ നമ്മൾ ആ ഒരു ത്രെഡ് ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ച് കുത്തുക. അങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വീഡിയോ കാണുക, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി ഹൂപ്പാർട്ടെല്ലാം ഇപ്പോഴും നല്ലൊരു മൂവിങ് ഉള്ള ഗിഫ്റ്റ് ഐഡിയ തന്നെയാണ്. ഇപ്പോഴും എന്താ പറയുക, വെഡ്ഡിങ്ങിനായാലും അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടൈം തന്നെയാണ്. അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കറിയാവുന്ന പലർക്കും നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഓർഡേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനെന്താ കുറച്ചൊന്ന് ബാക്കൗട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഇപ്പോൾ 2ാമത്തെ ഇത് ഡെലിവറിക്ക് ശേഷം ഞാനിതങ്ങനെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ പേജ് ഒന്ന് ഡൗൺ ആയി, പിന്നെ ഓർഡേഴ്സ് കിട്ടലൊക്കെ കുറവായി. അങ്ങനെയാണ് ഞാനിത് ഏകദേശം ഒന്ന് പിന്നോട്ടായത്. അപ്പോൾ ഇപ്പം ആ ഒരു വെബ്സൈറ്റ് ഞാൻ സ്കൂപ്പ് മൈ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ ഒരു സെല്ലറാണ് കേട്ടോ ഞാൻ. അങ്ങനെ കിട്ടിയിട്ടുള്ള എൻ്റെ ഓർഡറാണ്. ഇതെൻ്റെ 3ാമത്തെ ഓർഡറാണ് കേട്ടോ. അതുവഴി എനിക്ക് 3 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ 3ാമത്തെ ഓർഡറാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിനിടയിൽ ആ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബുള്ളിയൻ റോസിൻ്റെ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ലീഫാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആ ഒരു ഷേപ്പിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്ത് കാണുമ്പോൾ. ഫ്രഞ്ച് നോട്ടൊക്കെ എല്ലാവർക്കും ഇടാൻ അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ കംപ്ലീറ്റ് അങ്ങനെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു എംബ്രോയ്ഡറി ആർട്ടൊന്നും ഞാൻ അങ്ങനെ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് ഇതുപോലെ യൂട്യൂബ് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ സ്റ്റിച്ചസ് അല്ല അതിൻ്റെ പേര് കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പേരൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാത്തത്. എനിക്കതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ല, ഇതിൻ്റെ പേര് പറയാനൊന്നും അറിയില്ല. ഞാനിതുപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിന് ആ ഒരു എക്സ്പീരിയൻസ് വരും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ബിസിനസ് മാർഗം കൂടിയാണിത്. ഇപ്പം ഏകദേശം ഒരു 4 വർഷമായിട്ടാണ് ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി
വർക്ക് എംബ്രോയ്ഡറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞു. അൽഹംദുലില്ലാ നല്ല രീതിക്ക് എനിക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ ഇതുവരെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഒന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ ഒരുപാട് എംബ്രോയ്ഡറി ഹൂപ്പ് ആർട്ട് കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 1.5 വർഷമായിട്ടാണ് കുറച്ചൊന്ന് ഡൗൺ ആയത്. ഓർഡേഴ്സും കാര്യങ്ങളൊന്നും അങ്ങനെ വേണ്ടത്ര കിട്ടാണ്ടായത്. എൻ്റെ ആ ഒരു ഡെലിവറിക്ക് ശേഷം അങ്ങനെ ഓർഡേഴ്സ് ഒന്നും എടുക്കാതെ വന്ന് അങ്ങനെ പേജ് ഡൗൺ ആയതിന് ശേഷം ഓർഡേഴ്സ് എല്ലാം പരമാവധി കുറഞ്ഞു. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഓർഡർ കിട്ടുന്നത്. നല്ലൊരു ഹാപ്പിനെസ് അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. കസ്റ്റമൈസേഷൻ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് കിട്ടൽ. എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തൊരു കൈത്തൊഴിലാണ് ഇതൊരു എംബ്രോയ്ഡറി അല്ലെങ്കിൽ ആരി വർക്ക് എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പം നല്ല ഹാപ്പിയാണ്. അതും ഞാൻ സ്വന്തമായിട്ട് റെഡിയാക്കി എടുത്ത ആ ഒരു ഡിസൈന് കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും എത്തിയട്ടോ. അതിനിടയിൽ ഞാൻ 2-3 ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3D എഫക്റ്റുള്ള ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ 2 നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലവറിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ബ്രസീലിയൻ ഫ്ലവർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുക, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പം ആ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ 2 നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ആ ഒരു ബുള്ളൻ നോട്ട് വെച്ചിട്ട് ഇതുപോലെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ത്രെഡ് കോർത്തിട്ടുള്ള ആ ഒരു നീഡിലിൻ്റെ തന്നെ സെയിം വലുപ്പം വരുന്ന വേറൊരു നീഡിലും കൂടെ എടുക്കുക. അത് ഇതുപോലെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് സെയിം പൊസിഷനിൽ തന്നെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലോത്തിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ശേഷം ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ 2 നീഡിലും വരുന്ന രീതിയിൽ ഇതുപോലെ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഓരോ ലെയറായിട്ട് ഇതുപോലെ കോർത്തെടുക്കുക. അങ്ങനെ ഓരോ പെറ്റൽസും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോ പെറ്റൽസായിട്ട് നമ്മൾ ലെയറായിട്ട് ഓരോ പെറ്റൽസായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഷെയ്ഡിലാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ഷെയ്ഡിൽ നമ്മൾ ഇതുപോലെ 2 പെറ്റൽ ചെയ്തെടുത്തു. ഇനി മറ്റൊരു ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ വേറെ 2 പെറ്റൽസും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എന്നെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള കൈത്തൊഴിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വെക്കാട്ടോ. അത് നമുക്ക് തന്നെ യൂസ്ഫുള്ളാവും. ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് സ്മോൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഏർണിങ്സൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ എനിക്ക് നടത്തി പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു റീചാർജ് ചെയ്യാനെങ്കിലും നമ്മൾ മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏർണിങ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെറിയ എന്തെങ്കിലും കൈത്തൊഴിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് അത് ഒരു വരുമാന മാർഗ്ഗമാക്കിയിട്ട് മാറ്റുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം ഈ ഒരു ഇതിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സൊക്കെ. അതുമല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് കൈത്തൊഴിലായിട്ടുള്ള എന്താ പറയുക ഗിഫ്റ്റ് ഐഡിയാസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ല ഡിമാൻഡുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയും കൂടെയാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്നും പഠിച്ചെടുക്കാത്ത അല്ലെങ്കിൽ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ഏകദേശം ഒന്ന് അവിടെ ഫില്ല് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയിം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യുമെന്ന് കരുതി. അപ്പം കൂടുതലും റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് ഈ ഒരു നെയിം സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. നെയിം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയിം സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നെയിം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ അധികവും നെയിം സ്റ്റിച്ച് ചെയ്യൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ത്രെഡ് ഞാൻ 2 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഫോണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ലെയർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി. നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 2 ലെയർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തതുപോലെ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ ഔട്ട്ലൈന് മാത്രമായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കാതെ ആദ്യം ഔട്ട്ലൈന് മാത്രമായിട്ട് ഇതുപോലെ 2 ലെയർ ത്രെഡ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ആ ഒരു ലെറ്റർ മാത്രം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഔട്ട്ലൈനിനായതാ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ആ ഒരു ഔട്ട്ലൈൻ കൊടുത്ത ആ ഒരു സ്റ്റിച്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ചിലപ്പോൾ ഒന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ലെറ്റർ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ലെറ്ററും ഇതുപോലെ കംപ്ലീറ്റ് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിന് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കംപ്ലീറ്റ് ഗ്യാപ്പ് ഇടാതെ, ഒട്ടും ഗ്യാപ്പ് വരാതെ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. തലങ്ങും വിലങ്ങുമായിട്ട് അങ്ങനെ എന്താ പറയുക, ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും അങ്ങനെ ഒന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഒരേ ലെവലിൽ തന്നെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറയുന്ന സമയത്ത് എന്തൊക്കെയോ തപ്പിയും തടഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ലെറ്ററിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരേ ലെവലിൽ അങ്ങനെ ചെരിഞ്ഞും വളഞ്ഞൊന്നും പോവാതെ ഒരേ ലെവലിൽ കംപ്ലീറ്റ് ഗ്യാപ്പ് വരാതെ, ഒട്ടും ഗ്യാപ്പ് വരാതെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്, ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. നമ്മൾ കംപ്ലീറ്റ് ആ ഒരു നെയിം ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് ഈ ഒരു നെയിമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതാ ബാക്കി വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈനൊക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിലായിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൻ്റെ ആ ഒരു മാർക്കിങ് ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു പെന്നിൻ്റെ ഇങ്കൊക്കെ ഒന്ന് കളയണം. അതിനായിട്ടൊന്ന് അയൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ അതിനിടയിൽ അതിൻ്റെ ഹൂപ്പ് റിങ്ങൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പിക്കിൽ ഈ ഒരു റിംഗ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെയിം തന്നെ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സെയിം റിംഗ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേതിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ. അതിനേക്കാൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്. മാത്രമല്ല കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹൂപ്പാണ്, പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷെ നല്ലൊരു എലഗൻറ്റ് ലുക്ക് വരുന്നൊരു ഹൂപ്പ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ആട്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെ പോകരുത്. മാത്രമല്ല ഈ ഒരു വർക്കിൻ്റെ പ്രൈസ് കൂടെ ഒന്ന് ഗസ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.